കാസർഗോഡ് കുമ്പോളിലാണ് ഇപ്പോൾ ദജ്ജാൽ ഇറങ്ങിയുള്ളത്. തങ്ങളെ കോലത്തിലാണ് ദജ്ജാൽ വരിക, മൂലിയാരെ കോലത്തിലാണ് ദജ്ജാൽ വരിക, ഔലിയൻ്റെ കോലത്തിലാണ് ദജ്ജാൽ വരിക, സകല കോലത്തിൽ ദജ്ജാൽ വരും. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ ദീനല്ലത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. അൽഹംദുലില്ലാ, സമസ്തയുടെ കാസർഗോഡ് കുനിയയിലെ 100ാം വാർഷിക സമ്മേളനം എന്തൊക്കെ രീതിയിൽ തകർക്കാനും തളർത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഏറ്റവും മഹത്തായ ഇന്ത്യയിലെ നമ്പർ 1, ഏഷ്യയിലെ തന്നെ നമ്പർ 1 മഹാസമ്മേളനമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു ഉസ്താദിൻ്റെ വീഡിയോ കണ്ടു. അയാൾ ഉസ്താദാണോ എന്ത് വകുപ്പാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഈ സമസ്ത സമ്മേളനം ദജ്ജാൽ വിളിച്ചു വരുത്തിയതാണ്, ദജ്ജാലിൻ്റെ സമ്മേളനമാണ്, ആ രീതിയിലൊക്കെ അധിക്ഷേപിക്കാം. പല രീതിയിലുള്ള അധിക്ഷേപങ്ങളെ സമ്മേളനത്തിനെതിരെ ഉണ്ടായിരുന്നു. അതിൽ എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് ഈ തൊപ്പി വെച്ചിട്ട് ഈ മനുഷ്യൻ നല്ലത് പറയുന്ന നാവ് കൊണ്ടാണ് ഈ മനുഷ്യൻ സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത് ദജ്ജാലീങ്ങളുടെ വിളിയാണെന്നുള്ളത്. എങ്ങനെ ഒരു മനുഷ്യൻക്ക് ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഏതൊക്കെ രീതിയിൽ റബ്ബെ ആ സമ്മേളനത്തിനെ തകർക്കാനും തളർത്താനും ഉള്ളിലത്തെ ആളുകളും പുറത്തുള്ള ആളുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ടും. പക്ഷേ കാസർഗോഡ് കുനിയയിലെ ആ ഒരു മഹാസമ്മേളനം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ 10 ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുത്തത്. എനിക്ക് ചില പ്രയാസങ്ങളുള്ളത് കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല, ചുമയും മറ്റു കാര്യങ്ങളും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു സമ്മേളനത്തിനും പോകാൻ ഇഷ്ടപ്പെടാത്ത എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു സമസ്തയുടെ ഈ 100ാം വാർഷിക സമ്മേളനത്തിലൊന്ന് പങ്കെടുക്കണം. അൽഹംദുലില്ലാ പോയ ആളുകളിൽ ഞാൻ ഓരോരുത്തരും എനിക്കറിയാവുന്ന ആളുകളോടൊക്കെ സംസാരിച്ചു, സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ കണ്ടു. അൽഹംദുലില്ലാ ഇതുപോലെ ഒരു സമ്മേളനം ഒരു സംഘടനയ്ക്കിനി ഒരു 10 വർഷത്തേക്കിനി സംഘടിപ്പിക്കാൻ കഴിയില്ല കേട്ടോ. അത്രയും ഒരു 35 ഏക്കറിൽ ഞാൻ അങ്ങനെ ആലോചിച്ച് ആ സ്ഥലം വിട്ടുകൊടുത്തൊരു ആചാര്യണ്ടല്ലോ, ആ മനുഷ്യൻ്റെയൊക്കെ ഒരു മനസ്സ് നോക്കുക. ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് സമ്മേളനത്തിന് കൊടുത്തേക്കാണ്, അതും സമസ്തയോടുള്ള സ്നേഹം കൊണ്ട്. ഓരോ സെഷനുകളും വളരെ ഭംഗിയായി നല്ല അച്ചടക്കമുള്ള അതിൻ്റെ സംഘാടകരെയും പോലീസിൻ്റെ പോലും സഹായമില്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ നടക്കുക. കിലോമീറ്ററുകളോളം ബ്ലോക്കിൽ പെട്ട് സമ്മേളന നഗരിയിലേക്കൊന്ന് എത്തിപ്പെട്ടാൽ തന്നെ സന്തോഷമായി എന്ന് കരുതുക. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആ ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ ആ സന്തോഷം പങ്കിടാൻ കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം, നിങ്ങളെ സന്തോഷം ഒന്ന് പങ്കിടണേ. ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ പല സെമിനാറുകൾ ഉണ്ടായിരുന്നു. ചില ത്വരീഖത്തെന്ന പേരിൽ വ്യാജന്മാർ വന്നിറങ്ങുന്നതിനെതിരെ ശക്തമായ പ്രമേയമുണ്ടായിരുന്നു. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ അജണ്ടക്കെതിരെ പ്രമേയം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ സമ്മേളനത്തിനെതിരെ താറടിച്ച് കാണിക്കാൻ ഒരുപാട് പേരുണ്ട്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊപ്പിട്ട ആൾ. ദജ്ജാലിൻ്റെ വരവാണ്, ദജ്ജാലിങ്ങളാണ് ക്ഷണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാൻ ആരോ പറഞ്ഞിരുന്നു. അവിടെ അറഫ പ്രസംഗം നടക്കാൻ പോകണമെന്നൊക്കെ അമിതാവേശം കയറിയിട്ട് ആരോ പറഞ്ഞിരുന്നു. ഇത് ഇങ്ങനെ കുറേ ഓവറിങ്ങളുണ്ട്. കുറേ ഓവറിങ്ങളാണ് ഈ സമുദായത്തിനെ നശിപ്പിക്കുന്ന ആളുകൾ. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഒരു വിഭാഗത്തിൻ്റെ നന്മ മാത്രം പറയുന്ന ഒരു സഖാഫിയൊക്കെ ഇതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതോ ഒരു ഇതിൻ്റെ വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാർ മുഖമുമർ ഫൈസിയെ കാണാൻ പോയതോടുകൂടി നിങ്ങളെ സമ്മേളനം തകർന്നു, നിങ്ങളുടെ നിലപാട് പോയി. ഒരു വെൽഫെയർ പാർട്ടിയുടെ ആൾ പോകുമ്പോഴേക്ക് നിലപാട് പോവുമോ? അപ്പോൾ ആ സഖാഫിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? ഇതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതുപോലെ BJP നേതാവ് ശ്രീധരൻ പിള്ള പോയിട്ട് കാന്തപുരം ഉസ്താദിനെ പേരെടുത്ത് പറയാതെ കാന്തപുരം ഉസ്താദുമായിട്ട് എന്തോ പറഞ്ഞു. അപ്പോൾ അത് ഇതാക്കി, കണ്ടില്ലേ നിങ്ങളുടെ പരിപാടിയിൽ ഞങ്ങളുടെ ആളുടെ പേരേ പറയുള്ളൂ, ഞങ്ങളുടെ ആളിനെ പരാമർശിക്കുള്ളൂ, അത് ആഘോഷിക്കുക. ഈ സമ്മേളനം മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് നമ്മൾ കാണാൻ കൊതിക്കുന്നൊരു സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ നൂറ്റാണ്ടിൻ്റെ പാൽക്കടലൊഴുകുന്നൊരു ചരിത്രം. അൽഹംദുലില്ലാ ഓരോ സെഷനുകളും മനോഹരമായിട്ട് പങ്കെടുത്ത ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ അത് പോവാൻ ലഭിച്ച ആളുകൾ മഹാഭാഗ്യവന്മാരാട്ടോ. ഒന്നാമത് അവിടേക്കുള്ളൊരു യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചുമയുടെ പ്രശ്നമായതുകൊണ്ടും ആ ആൾക്കൂട്ടത്തിലും പൊടിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള അസുഖം കൂടും എന്ന് കരുതിയിട്ട് മാത്രമാണ് പോവാൻ പറ്റാതിരുന്നത്. ഞാനിതാ ഈ ഒരു ഉസ്താദ് പറഞ്ഞ ദജ്ജാലിങ്ങൾ എന്നൊക്കെ പറയണ ഈ വാക്ക്, ഇയാൾ ഏതാ വകുപ്പ് എന്ന് അറിയുന്ന ആളുകളൊന്നും പറയണേ. സമസ്തൻ്റെ ഫൈനൽ ഡേ ആണ് സമ്മേളനത്തിൻ്റെ. അപ്പം അതിൻ്റെ മർമ്മത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. മർമ്മത്തടിക്കണ ദിവസമാണ്. കാസർഗോഡ് കുമ്പോളിലാണ് ഇപ്പോൾ ദജ്ജാൽ ഇറങ്ങിയുള്ളത്. ദജ്ജാലിൻ്റെ പണി എന്താ? അവനിലേക്ക് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റിയിട്ട് അവനിലേക്ക് തിരിക്കും. അത്ഭുതങ്ങൾ കാണിക്കും,
സ്വർഗം വരെ കാണിച്ചു കൊടുക്കുന്നുള്ള വാക്ക് ഫലം. എന്നാൽ ഒരു വാക്കാണ്ട് പറഞ്ഞു കണ്ട ഉണ്ടാവും, അപ്പോൾ കുറേ ആൾക്കാരെ പിന്നാലെ കൂടും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിൽ നിന്നും അകറ്റുക, ഇതാണ് ദജ്ജാൽ ചെയ്യുന്ന പണി. തങ്ങളെ കോലത്തിലാണ് ദജ്ജാൽ വരിക, മൂലിയാരെ കോലത്തിലാണ് ദജ്ജാൽ വരിക, ഔലിയൻ്റെ കോലത്തിലാണ് ദജ്ജാൽ വരിക, സകല കോലത്തിൽ ദജ്ജാൽ. അപ്പം ഞാൻ ഇയാളെ വാക്കിന് വല്ലാതെ പ്രാമുഖ്യം കൊടുക്കണില്ല. കണ്ടപ്പോൾ ഇയാൾ എന്താ പറയുക തലയൊക്കെ മറിച്ചിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് ഇയാൾ സുന്നിയാണോ ഏതെങ്കിലും വലിയ ഇതിൻ്റെ ആളാണോ വേറെ ഒരു വകുപ്പാണോ ഒന്നും അറിഞ്ഞുകൂടാ. അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. പക്ഷെ കണ്ടപ്പോൾ കുറേ കാഴ്ചക്കാരുണ്ട്, ഇയാൾ സമസ്തനെ കുറേ ചീത്ത പോസ്റ്ററുകളൊക്കെ കാണാം. ഇതിൽ ബോധമുള്ള ഒരാളല്ല എന്ന് ഉറപ്പായി. ബോധമുള്ള ഒരാളാണെങ്കിൽ ഏതെങ്കിലും സംഘടനക്കാരത്തിൽ നടത്തിക്കോട്ടെ, അത് ഓരോരുത്തരുടെ ആദർശമല്ലേ ഇത് കരുതി ഉണ്ടാതിരുന്ന പോരെ. ആരിപ്പോൾ അവിടെ കള്ളുടിക്കാറെന്നല്ലല്ലോ ക്ഷണിക്കുന്നത്, ഓരോരുത്തരുടെ സംഘടനയുടെ ആശയങ്ങൾ പറയുകയാണ്. എന്തായാലും സംഭവം അടിപൊളി. എന്താ പറയുക, ഗിന്നസ് റെക്കോർഡ് നേടുമോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടാ. ജനബാഹുല്യം, ജനം ഏറ്റെടുത്ത സമസ്തയുടെ ഒരു സമ്മേളനം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ ജനങ്ങൾ ഏറ്റെടുത്ത, സാധാരണക്കാർ ഏറ്റെടുത്തൊരു സമ്മേളനം ഉണ്ടായിട്ടില്ല. സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വിഭാഗീയത ഉണ്ടല്ലോ. അതായത് കുറച്ച് വിഭാഗം ആളുകൾ ലീഗിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, കുറച്ച് ആളുകൾ ലീഗിനോട് സപ്പോർട്ട് ചെയ്യേണ്ട, സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഇങ്ങനെ ഒരു വിഭാഗീയതക്കിടയിലും ഇത്രയും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രണ്ടു കൂട്ടരും വാശിയിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടു കൂട്ടരും വാശിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എങ്കിലൊന്നും പെടാത്ത ആളുകൾ, ഇതിൻ്റെ സെഷനുകൾ കാണാൻ ആഗ്രഹിച്ചിട്ട്, ഇതിൻ്റെ സമ്മേളനങ്ങൾ കാണാൻ ആഗ്രഹിച്ച് പോയ ആളുകളുണ്ട്. എന്തായാലും എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഒരു ബസ് തന്നെ പോയിരുന്നു, അല്ലാതെ ബൈക്കിന് പോയ ആളുകളുണ്ട്, വേറെ വണ്ടി വിളിച്ച് പോയ ആളുകളുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് ബസ്സിന് പോയ ആളുകൾ പന്താവൂരിൽ നിന്ന് ഇന്നലെ രാത്രി 3 മണിക്ക് പോയതാണ്. ഞാൻ ഉച്ചക്ക് വിളിച്ചപ്പോഴും അവരവിടെ എത്തിയിട്ടില്ല. ആകെ തിരക്ക്, ബ്ലോക്കിൽ പെട്ടിട്ട് അവിടെ നിന്ന് എത്തിയിട്ട് കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ സമ്മേളനത്തിന്. അവിടെ ആ വൈബിലൊന്നും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക, എന്നിട്ട് അതിലേക്കൊന്ന് വരിക, എന്നിട്ട് നമ്മൾ ആ സമ്മേളനത്തിലൊരു ഭാഗമാവുക. പാൽക്കടലൊഴുകുന്നൊരു പുരുഷാരം മുഴുവനും സമ്മേളനത്തിൻ്റെ ഒരാളാവുക. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു നായകൻ സയ്യിദ് ജിഫ്രി തങ്ങൾ, മാഷാ അല്ലാ, കാലഘട്ടം ആവശ്യപ്പെടുന്നൊരു നായകനാട്ടോ ജിഫ്രി തങ്ങൾ. ജിഫ്രി തങ്ങളോളം ഇതിനു വേണ്ടി സ്വന്തം വീട്ടിലത്തെ കല്യാണത്തിന് ആൾക്കാർ ക്ഷണിച്ചിരിക്കണ പോലെ അവിടുത്തെ ഒരു കാർന്നോരായിട്ടും അവിടുത്തെ ഒരു സഹോദരനായിട്ടും അവിടുത്തെ ഒരു എന്തൊക്കെ ലാളിത്യത്തിലാണ് ഓരോരുത്തരെ സ്വീകരിക്കാൻ ജിഫ്രി തങ്ങൾ വരുന്നു. ഓരോ വീഡിയോകൾ കാണുമ്പോൾ തോന്നും, പടച്ചോനെ അദ്ദേഹത്തെ നേരിൽ കാണാനൊരു തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ജിഫ്രി തങ്ങളൊക്കെ കണ്ട ആളുകളൊക്കെ നേരിലൊക്കെ കണ്ട ആളുകൾ ഉണ്ടാവും. എന്തായാലും ഞാൻ നേരിൽ കണ്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് നേരിൽ കാണാൻ തൗഫീഖ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു സമ്മേളനം, ഒരു അവസരമായിരുന്നു അദ്ദേഹത്തിനെ പോലെയുള്ള. പിന്നെ സമ്മേളനത്തിലൊക്കെ പോയ ദൂരെ നിന്നിങ്ങനെ കാണാമെന്നല്ലാതെ മറ്റൊന്നും കഴിയില്ലല്ലോ. എന്തായാലും ഈ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സമ്മേളനം. ഒരു 10 വർഷത്തേക്ക് നോക്കിക്കോ, ഇത്രയും ജനബാഹുല്യം നിറഞ്ഞ, ഇത്രയും പൊതുജനം, ഓരോന്നിൻ്റെ ആളുകളല്ല, അതുമായി ബന്ധമില്ലാത്ത അമുസ്ലിം സഹോദരങ്ങൾ വരെ പോയിട്ടുണ്ട്, പൂജാരിമാർ വരെ പോയിട്ടുണ്ട്. അവിടുത്തെ ടെക്നിക്കൽ സൗകര്യങ്ങൾ, 35 ഏക്കറിൽ ആയിരക്കണക്കിന് ബാത്റൂമുകൾ, ഹൗദുകൾ, നിസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ, സെമിനാറിനുള്ള കോംപ്ലക്സുകൾ, ഇങ്ങനെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഇതൊക്കെ റെഡിയാക്കിയിട്ട് കോടികളുടെ എന്താ പറയുക പണം ചെലവഴിച്ചിട്ടുണ്ടാകും. അത്രയും ആളുകൾ അവിടെ വരുന്നതാണ്. വിവിധ സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, വിവിധ പണ്ഡിതന്മാർ, എല്ലാ സ്കോളേഴ്സും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇതുപോലൊരു സമ്മേളനം എന്നുള്ളത് നടത്തുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു അപാരമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നൊരു കേസാണ്. ഇൻഷാ അല്ലാഹ് സമസ്തയുടെ ഈ സമ്മേളനം ചരിത്രം തന്നെയാണ്. അതിൽ വന്ന് കണ്ട ആളുകളുടെ വർത്തമാനം കേട്ടപ്പോൾ അത് ഇൻഷാ അല്ലാഹ് അത് പല രീതിയിലും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തകർക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്, പരിഹസിക്കുന്ന ആളുകളുണ്ട്, ചെറുതാക്കുന്ന ആളുകളുണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല ഹെലികോപ്റ്റർ ഫോൺ, ഞങ്ങളവിടെ ഹെലികോപ്റ്റർ ഫാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പുണ്ട്. ഇതൊക്കെ പരിഹസിച്ചിട്ട് പറയാനൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, നമ്മുടെ AP വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഒരു ആശംസ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടാനുള്ള ഒരു സന്മനസ് ഇപ്പോഴും ഇല്ല. തിരിച്ചും കൊണ്ടുണ്ടാവില്ല കേട്ടോ, അത് വേറെ കഥ. പരസ്പരം ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഇടപഴകുന്ന ആളുകൾക്ക് ഒരു ആശംസകൾ എന്നൊരു പോസ്റ്റ് ഇട്ടാൽ എന്തൊരു സന്തോഷം ഉണ്ടാവില്ല. സുന്നികൾക്ക് അതെന്തൊരു ഐക്യത്തിൻ്റെ സന്ദേശമാണ്. എന്തായാലും ഈ സമ്മേളനം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ നായകൻ ഒരു ജിഫ്രി തങ്ങൾ, അതൊരു അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ലഭിച്ച ഒരു പണ്ഡിതനാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഈ സമ്മേളനത്തിന് പോയ ആളുകളുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ ഷെയർ ചെയ്യണേ.